إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച് മരണപ്പെടണമെന്നും ആദ്യം എന്നെ തന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നമ്മോടുള്ള ഏറ്റവും മുഖ്യമായ കൽപ്പനകളിലൊന്ന് എന്നത് അത്ര ശരിയാവുമോന്നറിയില്ല. ഏതായാലും ഏറ്റവും മുഖ്യമായ കൽപ്പന എന്ന് പറയുന്നത് അള്ളാഹുവിന് നന്ദി അർപ്പിക്കണം എന്നതാണ്. അള്ളാഹുവിന് നന്ദിയോടുകൂടി ജീവിക്കണം. അനേകം ആയത്തുകളിൽ പടച്ചവന്റെ ആ കൽപ്പനകളുണ്ട്. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി അർപ്പിക്കണം. വലാ തക്ഫുറൂൻ, എന്നോട് കുഫ്ർ കാണിക്കുകയരുത് എന്നതാണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ആയത്താണത്. അങ്ങനെ അനേകം ആയത്തുകളിൽ ചില സമയത്ത് ചില ആയത്തുകളിൽ
ചില സന്ദർഭങ്ങളിൽ അള്ളാഹു രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് മനുഷ്യരെ. വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിൽ മനുഷ്യരിൽ എന്നോട് നന്ദിയുള്ളവർ നന്നെ ചുരുക്കമാണ് എന്ന ചില ആക്ഷേപവാക്യങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ വായിക്കാനാകും. അതൊരിടത്തല്ല, പല സന്ദർഭങ്ങളിലും. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് അവന് നന്ദി അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നന്ദി അർപ്പിക്കണം എന്നതുകൂടി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും അള്ളാഹുവിന് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ വരെ റബ്ബ് നമുക്ക് തരുന്ന നിഅമത്തുകൾ, അവൻ തരുന്നതല്ലാത്തൊരു നിഅമത്തും നമ്മുടെ ജീവിതമടക്കം അതല്ലാത്തതൊന്നും, അവൻ നൽകാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല തന്നെ. ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ റബ്ബിനോട് എങ്ങനെയാണ് നന്ദി അർപ്പിക്കേണ്ടത് എന്നുകൂടി പടച്ച തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മറിച്ചാൽ ആദ്യം നമ്മൾ കാണുക അതാണ്. ഖുർആൻ നമ്മൾ ഓതാൻ തുടങ്ങിയാൽ നമ്മുടെ നമസ്കാരം നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. അത് നമ്മളോട് ഒരു ദിവസം 50 തവണ ചെയ്യാനാണ് പറഞ്ഞത്. അവസാനം ചുരുക്കപ്പെട്ടു അത് 5ലേക്ക്, അല്ലെ? ആദ്യം നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ എന്ന കലിമ നിങ്ങൾ ഉച്ചരിക്കണം എന്നാണ്, എന്ന വാക്യം നിങ്ങൾ പറയണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, നീ നൽകിയ നിന്റെ എല്ലാവിധ നന്മകൾക്കും ഞാനിതാ നിന്നോട് ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ എന്ന വാക്കിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. വിശുദ്ധ ഖുർആനിലെ 5 ചെറുതും വലുതുമായ അധ്യായങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈ കലിമയിലാണ്, അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് ഓതിയിട്ടുണ്ടാകും സൂറത്തുൽ കഹ്ഫ്. എങ്ങനെയാ തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ സൂറത്തുകളിൽ ഒന്നായ സൂറത്തുൽ അൻആം അൽഹംദുലില്ലാ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ വലിയ വലുതും ചെറുതുമായ സൂറത്തുകൾ ഈ വാക്യത്തിൽ ആരംഭിക്കുന്നു. അവസാനിക്കുന്ന 5 അധ്യായങ്ങളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ അവസാനിക്കുന്ന 5 സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് മതിയാകും. എന്താണ്? അള്ളാഹുവിന്റെ അരികിൽ പടച്ചവൻ തന്നെ അവതരിപ്പിച്ച അവന്റെ ഹുദ, അവന്റെ സന്മാർഗമെന്ന് പടച്ചവൻ തന്നെ വിശേഷിപ്പിച്ച ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു 5 സൂറത്തുകൾ ആരംഭിക്കാനും 5 സൂറത്തുകൾ അവസാനിപ്പിക്കാനും ഈ കലിമ ഉപയോഗിച്ചെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അരികിൽ എത്ര വലിയ മഹത്വമുണ്ടെന്ന് പറയാൻ ഇനി വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. നമ്മളോട് പറയാൻ ആവശ്യപ്പെട്ട പടച്ചവൻ ഇതാണ്. ഞാൻ ഓതിയത് സൂറത്തു അൽ ഇസ്രായിൽ അവസാനത്തെ ആയത്താണ്. പ്രവാചകനോടുള്ള കൽപ്പനയാണത്. ഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുൽ വകബ്ബിർഹു തക്ബീറാ. നബിയോടാണ് കൽപ്പന. പ്രവാചകരെ, അങ്ങും പറയണം ഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഹംദ് എന്ന് പറഞ്ഞ സ്തുതി എന്ന അർത്ഥം. അതിൽ കൂടെ അൽ ചേർത്താൽ പണ്ഡിതന്മാർ മുഫസ്സിരികളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള നമുക്ക് അറിവുള്ളതാണ്. പടച്ചവനെ, നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സർവസ്തുതിയും. അത് ആര് വഴി എനിക്ക് കിട്ടിയാലും, അതെനിക്ക് കൊണ്ടുതരുന്നത് ആര് തന്നെയാണെങ്കിലും, ഞാൻ സ്വയം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉത്ഭവം, തുടക്കക്കാരൻ, അതെനിക്ക് നൽകുന്നവൻ പരമമായി നീയാകുന്നു. അതുകൊണ്ട് സർവസ്തുതിയും എല്ലാ നന്മകളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും സർവമാന സ്തുതികളും നിനക്ക് അർഹതപ്പെട്ടതാകുന്നു ഞാനിതാ പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ പ്രവാചകന് കൽപ്പന നൽകി. അതിനു മുൻപ് എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയിട്ട്, കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹ് കൊടുക്കുന്ന കൽപ്പന ഇതാണ്. ഫൈദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽകി ഫഖുൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഫൈദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്, താങ്കളും താങ്കളോടൊപ്പമുള്ള വിശ്വാസികളും കപ്പലിൽ കയറി എന്നുറപ്പായാൽ, രക്ഷപ്പെടാൻ തുടങ്ങുന്നു എന്നുറപ്പായാൽ, ഫഖുലിൽ ഹംദുലില്ലാഹ്, അപ്പോൾ പറഞ്ഞേക്കണം അല്ലാഹുവേ നിനക്കാകുന്നു സ്തുതി. അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖലീലെന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ്. ഏറെക്കാലം കഴിഞ്ഞാണ്, ഒരുപാട് കഴിഞ്ഞിട്ടാണ്, വാർദ്ധക്യത്തിലെത്തി അദ്ദേഹത്തിന്റെ ജീവിതം അസ്തമിക്കാറാകുന്ന സമയത്താണ് 2 കുഞ്ഞുങ്ങളെ അള്ളാഹു അദ്ദേഹത്തിന് ഏതാണ്ട് വലിയ ഗ്യാപ്പില്ലാതെ ഹിബത്തായി, സമ്മാനമായി നൽകുന്നത്. അല്ലെ, ഇപ്പോഴാണ് എന്നാണ് ചോദിക്കേണ്ടത്.
ഈ പ്രായത്തിൽ കിട്ടിയിട്ട് എന്ത് ഗുണം കിട്ടാനാണ് എന്ന വർത്തമാനമല്ലല്ലോ ഇബ്രാഹിം നബി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബർ, ഈ വാർദ്ധക്യത്തിലും എനിക്ക് 2 കുഞ്ഞുങ്ങളെ ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ദാനമായി നൽകിയ റബ്ബേ നിനക്കാണ് സ്തുതി. ഇന്ന റബ്ബി ലസമീഉ ദുആ, ഇത്ര വൈകിയും എന്റെ പ്രാർത്ഥന കേട്ട ഈ അവശത പ്രായത്തിലും എന്റെ ഭാര്യ പ്രസവിക്കാത്ത സ്ത്രീയാണെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഭാര്യയിൽ ഇത്ര വൃദ്ധനായ എനിക്ക് 2 മക്കളെ നൽകി നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. സുലൈമാൻ നബിയുടെയും ദാവൂദ് നബിയുടെയും വാപ്പയും മകനുമാണ്, മഹാരാജാക്കന്മാരാണ്. അഹങ്കാരാണ് വേണ്ടതല്ല. വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി ഇങ്ങനെ അവര് സസുഖം വാണരുളുന്ന സമയത്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ തങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നത്. പടച്ചവനെ നിനക്കാണ് സർവസ്തുതിയും. എത്രയോ മുഅ്മിനീങ്ങളായ ഇബാദ് വേറെ ദുനിയാവിലുണ്ട്, അവരോടൊന്നും കാണിക്കാത്ത വലിയ ഔദാര്യം, വലിയ സമ്മാനങ്ങൾ, വലിയ അധികാരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയല്ലോ, നിനക്കാകുന്നു സർവസ്തുതിയും. എന്നിട്ടാണ് പ്രവാചകനോട് പറഞ്ഞത്, നബിയെ ഖുലിൽ ഹംദുലില്ലാ, അങ്ങും പ്രഖ്യാപിക്കണം അൽഹംദുലില്ലാ. അങ്ങനെ പ്രവാചകൻ പ്രഖ്യാപിക്കാൻ തുടങ്ങി. എപ്പോഴാ പ്രവാചകൻ പ്രഖ്യാപിക്കാത്തത്? എപ്പോഴാ നബി പറയാത്തത്? ഉണർന്നാൽ നബി പറയും അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ജീവിതം ആരംഭിക്കാണ്, കിടക്കേന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ടില്ല ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇരുന്നിട്ടേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് കൂടിയില്ല. അതിനു മുമ്പാ പറയണത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. വേണമെങ്കിൽ നിനക്കെന്റെ ജീവൻ അവിടെ തന്നെ പിടിച്ചു വെക്കാമായിരുന്നു, അങ്ങനെ ചെയ്തില്ലല്ലോ, തിരിച്ചു തന്നല്ലോ. അതിന്റെ പേരിൽ ഞാനിതാ നിനക്ക് നന്ദി അർപ്പിക്കുന്നു എന്നാണ്. ഒരു പുതിയ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയ പ്രവാചകൻ പറയും അൽഹംദുലില്ലാ അല്ലാഹുമ്മ അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. പടച്ചവനെ, നീ ഇതെന്നെ ധരിപ്പിച്ചതിന്റെ പേരിൽ നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നതാണ്. ആരാണ്? ഇല്ലായ്മയിലാണ് അവർ ജീവിച്ചത്. നമ്മളെപ്പോലെ 10, 20, 30 വർഷമായിട്ട് അലമാരിൽ കെട്ടിവെച്ച ആൾക്കാരല്ല. വല്ലപ്പോഴും ഒന്ന് കിട്ടുക, അപ്പോഴും പറയും ഈ നന്ദിയുടെ വാക്ക്. കുറെ നാളുകൂടി കിട്ടുകയാണെന്നല്ല, എത്രയായി നീ എനിക്ക് തന്നിട്ടെന്നല്ല. അൽഹംദുലില്ലാഹില്ലദീ അൽഹംദുലില്ലാ അല്ലാഹുമ്മ അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എന്നിട്ട് നബി പറയണേ ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി യഅകുലുൽ അക്ല ഫയഹ്മദഹു അലൈഹി. അല്ലാഹുവിന് ഇലയർദ എന്ന വാക്കിന് നമ്മൾ പഠിച്ചിട്ടുള്ള തൃപ്തി, അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ് അല്ല, അള്ളാഹു സന്തോഷിക്കുന്ന അർത്ഥം പറഞ്ഞു നോക്കാം നമുക്ക്. പടച്ചവൻ സന്തോഷിക്കും, അള്ളാഹുവിന്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ആരെക്കുറിച്ച്? അനിൽ അബ്ദി, ഒരടിമയെ കുറിച്ച്, ഒരു ദാസനെ കുറിച്ച്. എന്ത് ചെയ്യുന്നു അയാൾ? യഅകുലുൽ അക്ല, ഒരു ഉരുള വിഴുങ്ങിയിട്ട്, ഒരു ഭക്ഷണം കഴിച്ചിട്ട്, എന്തെങ്കിലും വല്ലപ്പോഴും ആകട്ടെ സ്ഥിരമായിട്ടാകട്ടെ എപ്പോ കിട്ടുമ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന അടിമയെ കുറിച്ച് പടച്ചവന് വലിയ പ്രിയം തോന്നും, അയാളോട് ഇഷ്ടം തോന്നും. ഔ യശ്റബു ശുർബ ഫയഹ്മദുഹു അലൈഹ, അല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം കുടിച്ചാൽ അപ്പോഴും പറയും അൽഹംദുലില്ലാ. അങ്ങനെ പറയാതിരിക്കരുതാണ്. പലപ്പോഴും നമ്മൾ ധൃതിയിൽ വിട്ടുപോയേക്കും. അതൊരു ശീലമാണ്, പലപ്പോഴും അതൊരു ശീലമാണ്. ആ ശീലിച്ച ആളുകൾക്ക് ഈ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെക്കാൾ ഒരു നിഅമത്ത് കിട്ടിയാൽ, ഒരു ഖൈറ് കിട്ടിയാൽ, ഒരു അനുഗ്രഹം പുതുതായി ലഭിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും അൽഹംദുലില്ലാ അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. എല്ലാ നല്ല കാര്യങ്ങളും ആര് മുഖേനയാണോ പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്, അങ്ങനെയുള്ള റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് നന്മ വരുമ്പോ, എന്ത് നന്മയാകട്ടെ, അപ്പൊ അത് അടിച്ചു പൊളിക്കലല്ല, അത് നമ്മുടെ ജീവിതത്തിലുണ്ട ഒരു കുഞ്ഞ് പിറക്കുകയാണ്, അതെല്ലാം നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കലാണല്ല, എന്തും ആഘോഷിക്കലാണ്. അപ്പൊ ഈ ആഘോഷ തിരക്കിനിടയിൽ ഒരു പക്ഷേ നമ്മുടെ പുതിയ തലമുറ മറന്നു പോകുന്ന ഒരു വാക്കാണ് അൽഹംദുലില്ലാ. ഏത് ചെറുതും വലുതുമായ നന്മ വന്നാലും അപ്പൊ പറയേണ്ടതാണ് അൽഹംദുലില്ലാ. ഇനി നമ്മളെക്കാൾ അവശനായ, അല്ലെങ്കിൽ നമുക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു പരീക്ഷണം പേറുന്ന ഒരാളെ കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയും അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ തലാക അല്ലാഹു ബിഹി.
അള്ളാഹു നിനക്ക് ഏർപ്പെടുത്തിയ പരീക്ഷണം എനിക്ക് തരാത്തതിന്റെ പേരിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നതാണ്. അയാൾ കേൾക്കല്ല കേട്ടോ, റബ്ബ് കേൾക്കെ പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മമ്മബ്തലാക അല്ലാഹു ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിൻ ഇബാദിഹി അലാ കസീരിൻ മിൻ ഖൽഖിഹി. പടച്ചവന്റെ അധിക ഖൽക്കിന്റെ പേക്കാർ, പ്രത്യേകിച്ച് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, വൈകല്യങ്ങളില്ല, പ്രയാസങ്ങളില്ല, അല്ല, അത്യാവശ്യം ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉള്ള ആളുകളാണ്. നമ്മൾ സദാ ഉച്ചരിക്കേണ്ട, പറയേണ്ട, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു ഗുണമാണിത്. പരലോകത്തെത്തിയാൽ പോലും, അന്ത്യനാളിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലും, ഇന്ന അഫ്ളല ഇബാദില്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അൽ ഹാമിദൂൻ. ഒരു റിപ്പോർട്ട് പ്രകാരം ഹാമിദൂൻ എന്നാണ്, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുകൾ എന്നാണ്. വേറൊരു റിപ്പോർട്ട് പ്രകാരം അൽ ഹമ്മാദൂൻ എന്നാണ്, അള്ളാഹുവിന് സ്തുതി ഏറെ അർപ്പിക്കുന്ന ആളുകളാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠരായ അഫ്ളലുൽ ഇബാദ്, ഏറ്റവും ശ്രേഷ്ഠരായ അടിമകൾ. നമുക്ക് ആ ഗുണം ഉണ്ടാകുന്ന പരിശോധിച്ച് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ, ഇനി അത് കുറവാണെങ്കിൽ അത് നമ്മൾ കൂടുതലാക്കേണ്ട സന്ദർഭമാണ്. അല്ലെങ്കിൽ എന്താണ്, ജീവിതം വളരെ ഫാസ്റ്റായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വേഗമാണ് വെള്ളിയാഴ്ചകൾ വരുന്നത്, നമുക്കതിന് ഞെട്ടിപ്പോലെ. പഠിച്ചവന് നാളെ വെള്ളിയാഴ്ചയാണോ എന്ന് ഓരോ വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കും. അത്ര വേഗത്തിലാണ് നമ്മുടെ ആയുസ് കഴിഞ്ഞു പോകുന്നത്. പിന്നേക്ക് വെക്കാനൊരു നന്മയും നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവരുത്. അത് തുടങ്ങണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കല് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റുക്കൂയിൽ നിന്ന് നിവർന്നപ്പോ പുറകിൽ നിന്ന് ഒരു ഹംദ് കേട്ടു. ആ ഹംദ് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഒരു പുതിയ ഹംദാണ്. അൽഹംദുലില്ലാ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. നമസ്കാരം കഴിഞ്ഞപ്പോ നബി ചോദിച്ചു, മനിൽ ഖായിൽ, ആരാണ് അങ്ങനെ പറഞ്ഞത്? ഏത് നേരത്തെ ഈ പറഞ്ഞ ആ കീർത്തനം ചൊല്ലിയത് ആരാണ്? ആ ഹംദ് മുഴക്കിയത് ആരാണ്? അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ഞാനാണത്. അപ്പൊ നബി പറഞ്ഞു, റഅയ്തു ബിദ്അൻ വസലാസീന മലായിക, 30-ലേറെ മലക്കുകളെ ഞാൻ കണ്ടു. യഖ്തദിറൂനഹ, അവർ മത്സരിക്കുന്നു. എന്തിന്? ആരാണ്, നമ്മളിൽ ആരാണ് ഇത് എഴുതി വെക്കാൻ പോകുന്നത്? ഈ ഹംദ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായതുകൊണ്ടേ. വേറൊരു റിപ്പോർട്ട് പ്രകാരം 12 ആളുകൾ എന്നാണ്, 12 മലക്കുകൾ, ഏതാണ്ട് ഡസൻ കണക്കിന് മലക്കുകളുടെ മത്സരം ഉണ്ടായി എന്നാണ്. അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായി തീർന്നു ആ സഹാബിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ആ ഹംദിന്റെ വാക്ക്, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. റുകൂഇൽ നിന്ന് നിവർന്ന് നമ്മൾ പറയണം റബ്ബനാ ലക്കൽ ഹംദു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കുറച്ചുകൂടി കൂടുതൽ മിൽ അസ്സമാവാത് വമിൽ അൽ അർദ് വമിൽ അമാ ശിഅത മിൻ ശൈഇൻ ബഅദ്. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കണ നേരം വരെ പ്രവാചകൻ കടക്കാൻ ഒരുങ്ങാണ്. അപ്പൊ ചൊല്ലുന്ന പ്രാർത്ഥന ഇതാണ്, കീർത്തനം: അൽഹംദുലില്ലാഹില്ലദീ കഫാനാ വആവാനാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് ധന്യത നൽകി, വആവാന, കിടക്കാനിടം നൽകിയല്ലോ. ഇല്ലാത്ത ആളുകൾ അനേകമുണ്ട്. എവിടെ കിടക്കും? ഒരു രോഗം വന്നാൽ എവിടെ പോയി ഞാൻ തല ചായ്ക്കും, എവിടെ പോയി ഞാൻ വിശ്രമിക്കും എന്ന് അറിയാത്ത, അങ്ങനെ ഉഴറുന്ന ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ഈ കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ലോകത്ത് യുദ്ധത്തിന്റെ കെടുതി കൊണ്ടും ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടുമൊക്കെ നമ്മുടെ ലോകത്തെ പല രാജ്യങ്ങളിലെ മനുഷ്യരും, വിശിഷ്യ മുസ്ലിങ്ങൾ, ഒരു മഅ്വയില്ലാതെ, ഒരു കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, അതിനിടയിലാണ് റബ്ബ് നമുക്ക് ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയത്. ഇത് മലക്കുകളുടെ വാക്ക് കൂടിയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ഏറ്റവും ഒടുവില് വിചാരണക്കൊക്കെ ശേഷം വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നേരത്തെ പറഞ്ഞ 5 സൂറത്തുകളിൽ ഒന്നിതാണ്. സൂറത്ത് സുമർ അവസാനിക്കുന്ന അങ്ങനെയാണ്: വതറൽ മലായികത, മലക്കുകളെയും താങ്കൾക്ക് കാണാം, ഹഫീന മിൻ ഹൗലിൽ അർശ്, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റിലും, അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റിലും അവർ അള്ളാഹുവിനെ ഇങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ട്, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, റബ്ബിനെ ഹംദ് ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ ഹഖ് അനുസരിച്ച് അഥവാ യഥാർത്ഥ മുറപ്രകാരം വിധി തീർപ്പുണ്ടാകും. വഖീല, ഒടുവിൽ ഇങ്ങനെ പറയപ്പെടും: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും
സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ഇത് അവസാനം പറയാൻ പോകുന്നതാണ് വിചാരണക്കൊടുവിൽ. അതാണ് നമ്മൾ ഓരോ ദിവസവും 17 തവണ ചുരുങ്ങിയത് ആവർത്തിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നിർബന്ധമായും അല്ലെങ്കിൽ പറയണമെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ മറിക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയെ കുറിച്ച് അല്ലെങ്കിൽ ഫാത്തിഹ ഓതി തുടങ്ങുന്ന നമസ്കാരത്തെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ആ മുസ്ലിമാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈനി, എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ഞാൻ നമസ്കാരത്തെ രണ്ടായി പകുത്തി വെച്ചിരിക്കുകയാണ്. രണ്ടായി പകുത്തിയിട്ടുണ്ട്. ഫൈനലി അബ്ദി മാ സഅല, അവൻ യഥാർത്ഥ മുറപ്രകാരം നമസ്കാരം നിർവഹിക്കുന്ന പക്ഷം അവൻ ചോദിക്കുന്നവൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് അത് വിഭജിച്ചത് എന്നുകൂടി ആ ഹദീസിലുണ്ട്. ഇദാ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മളിൽ ഒരാൾ പറഞ്ഞാൽ നമസ്കാരത്തിനിടയിൽ ഫാത്തിഹ ഓതിയിട്ട് പറഞ്ഞാൽ അള്ളാഹു പ്രതികരിക്കും, അത്രേ പ്രതിവചിക്കുമെന്നാണ്. ഹമിദനി അബ്ദി, ഹമിദനി അബ്ദി, ആരോടാ പടച്ചോനീ പറയണത്? വല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിന്റെ അർശിനെ ചുമന്നു നിൽക്കുന്ന, നിലത്ത് വെച്ചിട്ടില്ല, ചുമന്നുകൊണ്ട് നിൽക്കുകയാണ് പടച്ചവന്, ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട് പടച്ചവന്റെ അർശിനെ ചുമന്നു നിൽക്കുന്ന മലക്കുകളോടാണ് പടച്ചവൻ നമ്മളിൽ ഒരാൾ, മനുഷ്യരിൽ ഒരാൾ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പള്ളിയിലോ വീട്ടിലോ ഒരിടത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ പടച്ചവൻ ഈ പറഞ്ഞത് പ്രകാരം രണ്ട് നിസ്ബാക്കിയിട്ട് ഒരു നിസ്ബ് നമ്മൾ പറയുമ്പോൾ മറ്റേത് പടച്ചവൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി, എന്റെ അബ്ദ്, എന്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. എത്രയാ മഹത്വം, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ആദരവാണ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഹംദാണ്, അൽഹംദുലില്ലാ എന്ന വാക്കാണ് അള്ളാഹുവെ ഞാൻ നന്ദിബോധമുള്ളവനാണ് എന്ന് റബ്ബിന്റെ മുന്നിൽ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് റബ്ബ് തന്നെ നമുക്ക് പറഞ്ഞും പഠിപ്പിച്ചും തന്നിട്ടുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുകയും അത് എത്രയാണോ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത്രയേറെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, ഒരു ഹദീസിലെ വാക്കാണ്. ധാരാളം നന്മകളുടെ മഹത്വം പറയുന്ന ഒരു ഹദീസില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞ വാക്യതാണ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. നിങ്ങളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് നിങ്ങളുടെ മീസാനിനെ, നന്മയുടെ തുലാസിനെ നിറയ്ക്കാൻ പോന്നതാണ് അൽഹംദുലില്ലാഹ് എന്ന ആ കലിമത്ത്. അതിന്റെ മഹത്വം മനസ്സിലാക്കുകയും യഥോചിതം നമ്മൾ നമസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ആയിരിക്കുകയും വേണം. അള്ളാഹു ആ വിധത്തിൽ റബ്ബ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ള ഹംദ് അർപ്പിച്ച് അള്ളാഹുവിന് ശുക്റുള്ളവരാണ്, നന്ദിബോധമുള്ളവരാണ്. വഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ, എന്റെ അടിമകളിൽ നന്ദിബോധമുള്ളവർ നന്ന ചുരുക്കമാണ്. ആ ചുരുക്കം കൂട്ടരിൽ ഒരുവളാണ് ഞാനെന്ന് പ്രഖ്യാപിക്കാനും ജീവിതത്തിൽ അത് പടച്ചവന്റെ മുമ്പിൽ കാണിക്കാനും നമുക്കാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين ما بعد فيا أيها الإخوة أوصيكم ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഹംദിന്റെ, അള്ളാഹുവിന് നന്ദി അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് സംസാരിച്ചു വന്നത്. അവിടെ ധാരാളം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ചില ആളുകളെ ഇങ്ങനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അത്തൗബയിൽ പടച്ചവന് പ്രകീർത്തിച്ച ഏതാനും ആളുകൾ ഇവരാണ്: അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫ് والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. التائبون العابدون الحامدون,
മൂന്നാമതായി പടച്ചവൻ അൽ ഹാമിദൂൻ, അള്ളാഹുവിന് ഏറെ പ്രിയങ്കരരായ, അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശികളായി തീരുന്ന, വദാലിക ഹുവൽ ഫൗസുൽ അദീം എന്നാണ് തൊട്ട് മുമ്പത്തെ ആയത്ത് അവസാനിക്കുന്നത്. 111 ആയത്ത് സൂറത്ത് തൗബയിൽ അവസാനിക്കുന്നത് ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. സ്വർഗാവകാശികളാകുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അവരുടെ സ്വർഗപ്രവേശത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് അവരാരാണെന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിൽ 112 ആയത്തിൽ. അത്താഇബൂനൽ ആബിദൂന അൽ ഹാമിദൂൻ, അള്ളാഹുവിനെ കൂടുതലായി സ്തുതിക്കുന്ന, പടച്ചവനോട് നന്ദി അർപ്പിക്കുന്ന ആളുകളാണ് അവർ. എല്ലാം കഴിഞ്ഞ് സ്വർഗപ്രവേശനത്തില്, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, വിചാരണ കഴിഞ്ഞ് വ്യസനങ്ങളൊക്കെ മാറി അവർ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ എന്നൊരു പ്രാർത്ഥനയുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ ദുഃഖം നീ നീക്കി തന്നല്ലോ, മറ്റുള്ളവർ വ്യസനിക്കുന്നത് പോലെ ഇനി ഞങ്ങൾക്ക് വ്യസനിക്കേണ്ടതില്ലല്ലോ. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നരകാവകാശികൾ, അല്ലെങ്കിൽ തങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ആറാഫിന്റെ ആളുകൾ, അവർക്കപ്പോഴും വ്യസനമാണ്, എങ്ങോട്ടാണെന്ന് തീർച്ചയില്ല, എങ്ങോട്ട് വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള എങ്ങോട്ടെന്ന് അറിയാതെ നിൽക്കുന്ന അനിശ്ചിതത്വത്തിന്റെ ആളുകളും നരകത്തിലേക്ക് ഉറപ്പാക്കപ്പെട്ട ആളുകളും അവർക്ക് ഹസനാണ്, ഞങ്ങൾക്കതിനി ഇല്ലല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, പടച്ചവനെ ഞങ്ങളുടെ ദുഃഖം നീക്കിയ നിനക്കാകുന്നു സർവസ്തുതിയും. അവിടെയും പ്രഖ്യാപിക്കുന്ന അൽഹംദുലില്ലയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദ, അവസാനം സ്വർഗത്തിലേക്ക് ഒരു ഒഴുക്കുണ്ട്. ഈ ആളുകള് മുഴുവൻ വിശ്വാസികളും പടച്ചവൻ എന്നെയും നിങ്ങളെയൊക്കെ അതിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ സ്വർഗത്തിലേക്കുള്ള ഈ കൂട്ടൊഴുക്ക് 8 കവാടങ്ങളിലും വമ്പിച്ച തിരക്ക് വരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വാതിലുകൾ തമ്മിൽ, ആ വാതിലിന്റെ ഓരോ അറ്റവും തമ്മിലുള്ള അകലം പറഞ്ഞു. 2 രാജ്യങ്ങളാണ് പ്രവാചകൻ പറഞ്ഞ പേരുകൾ. അവിടെ അത്രയും തിരക്ക് വരും. ആ ഫ്ലോയിലുണ്ടല്ലോ, ആ ഒഴുക്കില് വിശ്വാസികൾ പ്രഖ്യാപിക്കുന്ന, സ്വർഗാവകാശികൾ ആണും പെണ്ണും ചെറുതും വലുതൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു വാക്കുണ്ട് അവർ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, പ്രസംഗത്തിലാ കേൾക്കാന്ന് മാത്രം. ഇത് സ്വർഗലോകത്ത് സ്വർഗാവകാശികളായി മാറുന്ന, പടച്ചവന്റെ അനുഗ്രഹം ലഭിക്കുന്ന വിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകളുടെ വാക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്ക് സ്തുതി. അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിന് ഞങ്ങളെ യോഗ്യരാക്കിയല്ലോ, അതിന്റെ പേരിൽ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു യോഗ്യത, ഒരു അവസരം ഞങ്ങൾക്ക് കൈവന്നു ചേരുമായിരുന്നില്ല. അതിന്റെ പേരിൽ ഏറ്റവും പരമമായ അവസാനം റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഒക്കെ പേരിൽ ലാസ്റ്റ് ഒരു ഹംദുണ്ട്. ആ ഹംദാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രസംഗത്തിൽ. അള്ളാഹു അത് ചൊല്ലാനുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോ ഹംദിന്റെ ആളുകളായി, ഹമ്മാദുകളായി, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരരായ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഹമ്മാദുകളായി ജീവിക്കുവാൻ ശ്രമിക്കുക. പടച്ചവൻ തുണക്കട്ടെ. സഹോദരങ്ങൾ, 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ സാന്ദർഭികമായി പെടുത്തേണ്ടതുണ്ട് എന്ന് കരുതുന്നു. അതിലൊന്ന്, നമ്മുടെ ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മറ്റേ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. പല ആളുകളും ജോലി തിരക്കുകൾ, അതല്ലെങ്കിൽ അലസത കൊണ്ടൊക്കെ അത് പിന്നത്തേക്ക് വെച്ചാൽ ഒരു പക്ഷെ നമ്മളുടെ പേരൊന്നും അതിൽ വന്നു ചേരാതെ പോകും. അത്യാവശ്യം ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധയുള്ള ആളുകൾ എത്ര പൈസ ചെലവായാലും വേണ്ടില്ല, നാട്ടിൽ പോയിട്ട് അതിൽ പേര് കയറ്റിയിട്ട് വരാം എന്ന് വെച്ചിട്ട് ഗൾഫിൽ നിന്ന് പോലും പറന്നിറങ്ങുന്നുണ്ട്. പക്ഷെ നാട്ടിലുള്ള നമ്മിൽ പലരും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളെയൊക്കെ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ തന്നെ ഈ രാജ്യത്തെ പൗരത്വം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമെന്ന് പലരും വിശ്വസിക്കുന്ന ഈ പുതിയ SIR, അടിയന്തരമായുള്ള ഈ വോട്ടർ പട്ടിക പുതുക്കുക എന്ന ഈ പരിപാടിയിൽ നമ്മുടെ ഇടം നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ വോട്ട് നമ്മൾ ഉറപ്പിക്കണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ശേഷം വരുന്ന നമ്മുടെ പിന്മുറക്കാരായ നമ്മുടെ മക്കൾക്കും അല്ലെ. 2002 വോട്ടർ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതുക്കണത്. പല ആളുകളും ഇനി അപേക്ഷിക്കുന്നത് അന്നില്ലാതിരുന്ന ആൾക്കാർ അവരുടെ വാപ്പയോ ഉമ്മയോ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ മക്കൾ ഒരുപാട് പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന ഓർമ്മ, ഒരു വിചാരം നമുക്കുണ്ടായിരിക്കണം. ആ കാര്യത്തിലുള്ള നിങ്ങളുടെ അതീവ ഗൗരവമായ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ സന്ദർഭത്തിൽ.
എന്താണോ നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യാൻ പല മഹല്ലുകളും വളരെ ആക്റ്റീവാണ്. ചില വ്യക്തികൾ അവർ വോളണ്ടറി ആയിട്ട് 2002 ലിസ്റ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. മൂപ്പര് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാളല്ല. എന്നിട്ട് പോലും ഈ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ട് ഇനി വരുന്ന തലമുറക്ക് വേണ്ടിയിട്ട് തൻ്റെ വക എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഉത്തമ ബോധ്യത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സ്വമേധയാ ഒരുങ്ങി തയ്യാറായി ഈ രംഗത്ത് ജീവിക്കുന്നത്. അപ്പോ അതൊക്കെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെയൊക്കെ പേരെങ്കിലും ഈ വോട്ടർ ലിസ്റ്റിൽ വരാനുള്ള സജീവമായ ശ്രദ്ധയും ഉത്സാഹവും ഉണ്ടാകണമെന്ന് ഉണർത്തുന്നു. മറ്റൊരു വിഷയം, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി വന്നിരുന്ന ഒരു സഹോദരൻ വെള്ളിയാഴ്ചകളിൽ, അതുപോലെ ഇവിടെ നടക്കുന്ന മറ്റ് കർമ്മങ്ങൾ, ഉളുഹിയത്താകട്ടെ പിതൃ സക്കാത്താകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ ഒക്കെ സഹകരിച്ചിരുന്നൊരു സഹോദരൻ ഹുസൈൻ കൊച്ചുകുഞ്ഞിലബ്ബ എന്ന് പറയുന്നൊരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം നമ്മൾക്കിടയിൽ ജീവിച്ച കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നൊരു സഹോദരനാണ്. ആ സഹോദരൻ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും അള്ളാഹു അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു വിഭാഗം ആളുകളാണ് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങളായതിന്റെ പേരിൽ. കഴിഞ്ഞ ദിവസവും എത്രയോ ആളുകളെയാണ് ഒരു കാരണവുമില്ലാതെ കൊന്നു തള്ളിയിരിക്കുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും അതൊക്കെ ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായി ആക്രമിക്കുകയും കൊന്നു തള്ളുകയുമാണ് മുസ്ലിങ്ങളായതിന്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങളെ. അങ്ങനെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഈ ലോകത്ത് പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിലെ ശുഹദാക്കളെ, വിശ്വാസികളായി മരണപ്പെട്ടു പോകുന്ന മുഴുവൻ ശുഹദാക്കളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഏത് പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹു അവർക്ക് ഈമാനിന്റെ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഏതെങ്കിലും കാലത്ത് നേരിടേണ്ടി വന്നാൽ അള്ളാഹു നമുക്കും സബാത്ത് എന്ന് പറയുന്ന സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുവര്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളവർ, അവരിൽ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും അവരുടെ പാപങ്ങളും ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണമേ നാഥ. കടബാധ്യതകൾ കൊണ്ട് വലയുന്ന ആളുകളുണ്ട്, അവരുടെ കടങ്ങൾ തീർത്തു കൊടുക്കണമേ നാഥ. സഹോദരന്മാരിൽ ചിലർ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയിട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അലയുന്നുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിനുള്ള മഈശത്തിനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. آمين برحمتك يا أرحم الراحمين.